ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. അപ്പൊ സാറെ, ക്യാരക്ടർ സ്കെച്ചിന് ഫോർമാറ്റോ? അതെ, കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് ക്യാരക്ടർ സ്കെച്ചിനും ഒരു ഫോർമാറ്റ് ഇട്ടോ. നമുക്കറിയാൻ പറ്റും, +2 ക്വസ്റ്റ്യൻ പേപ്പറിൽ റോബർട്ട് ബാൽഡിവിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കലുണ്ടല്ലേ. റോബർട്ട് ബാൽഡിവിന്റെ ക്യാരക്ടർ സ്കെച്ച് കൂടാണ്ട് നമ്മുടെ അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കലുണ്ട്. അതുപോലെ തന്നെ അജിത്തിന്റെ ഭാര്യയുള്ള നൊമിതന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കലുണ്ട്. ഈ തവണ ക്രിസ്മസ് എക്സാമിന് ശ്രദ്ധിച്ച് കേട്ടോളൂ, ഈ തവണ ക്രിസ്മസ് എക്സാമിന് 4th യൂണിറ്റിലുള്ള ക്യാരക്ടേഴ്സിനാണ് സാധ്യത കൂടുതൽ. 4th യൂണിറ്റിലുള്ള ക്യാരക്ടേഴ്സിനാണ് സാധ്യത കൂടുതൽ. ഈ 4th യൂണിറ്റിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു ബോയ് ഉണ്ടല്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ ബോയ് ഉണ്ടല്ലേ, ആ ബോയിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂലേ. അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പബ്ലിക് ലൈവില് നമ്മൾ ആരുടേത് വരും എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈവിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്തോളൂ. സാർ, എന്താണ്, എങ്ങനെയാണ് ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതുക? അതിനൊരു കോമൺ ഫോർമാറ്റോ? അതെ, നോക്കിക്കോളൂ. ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ക്യാരക്ടർ, അത് എഴുതി വെക്കണേ. ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ഫിസിക് ആൻഡ് അപ്പിയറൻസ് എഴുതി വെക്കണം. ഡിസ്ക്രൈബ് ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ലൈക്ക് മാനേഴ്സ്, ബിഹേവിയർ ഒക്കെ എഴുതി വെക്കുക. ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെ, ക്യാരക്ടേഴ്സിന്റെ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടേഴ്സ്, അത്രയും പോയിന്റ്സ് ആണ് എഴുതാനുള്ളത്. സാർ, അതിനി എങ്ങനെ എഴുതാം നോക്കൂ നിങ്ങൾ. ഇപ്പൊ റോബർട്ട് ബാൽഡിവിൻ ആണെങ്കിൽ, റോബർട്ട് ബാൽഡിവിൻ ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ്. ഏത് ചാപ്റ്റർ ആണ് പറ? ദ ഹവർ ഓഫ് ട്രൂത്ത് അല്ലേ. ദ ഹവർ ഓഫ് ട്രൂത്ത് ആരെ എഴുതിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാലോ. ആ എഴുതിയ ആളുടെ പേര് ഇവിടെ കൊടുക്കുക. ബൈ ദ ഫേമസ് റൈറ്ററിൽ എഴുതിയ ആളുടെ പേര് കൊടുക്കുക കേട്ടോ. ഹി കംസ് ഫ്രം, അദ്ദേഹം എവിടുന്ന വരുന്നത് പറ? ഒരു പുവർ ഫാമിലി എന്നാണ് അല്ലേ, ഒരു പുവർ ഫാമിലി എന്നാണ്. ഹി ഹാസ്, അദ്ദേഹത്തിന് ആർക്കുണ്ട് പറ? വൈഫ് ഉണ്ട്, മാർത്ത, എവി എന്ന് പറയുന്ന ഒരു മകളുണ്ട്, ഒരു ജോൺ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. അങ്ങനെ അവരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക കേട്ടോ. ഹി ലുക്സ് ലൈക്ക്, അവനെ കാണുന്ന എങ്ങനെയാണ്? ലുക്സ് ലൈക്സ് എങ്ങനെയാണ് പറ? സ്മാർട്ട് എങ്കിൽ സ്മാർട്ട്, തോന്നിയത് കൊടുത്തോളൂ കേട്ടോ. അടുത്തത്, ഹിസ് പേഴ്സണാലിറ്റി ഈസ് വെരി ഫേമസ് ബിക്കോസ് ഓഫ് ഹിസ് ട്രൂത്ത്ഫുൾനെസ് അല്ലേ. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വളരെ ഫേമസ് ആണ്. കാര്യം എന്താണ് പറ? അദ്ദേഹത്തിന്റെ സത്യസന്ധത കാരണത്താൽ. എഴുതി തള്ളി അങ്ങോട്ട് മറിക്കുക കേട്ടോ. അടുത്തത്, ഹിസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അല്ലേ. അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്ന് പറയുന്നത് എന്തിനാണ് പറ? അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ്. അപ്പൊ ഇവിടെ ക്യാരക്ടർ എഴുതി കൊടുത്താൽ മതി. ഒരാളുടെ സ്ട്രെങ്ത് എന്താണ് പറ? അയാളുടെ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫിലെ, ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. എഴുതി കൊടുക്കടാ. ഇത് ഏത് ക്യാരക്ടർ ആണെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റൂട്ടോ, അത് എഴുതി കൊടുക്കുക. അജിത്ത് ആണെങ്കിലും എഴുതി കൊടുക്കുക, നൊമിത ആണെങ്കിലും എഴുതി കൊടുക്കുക അല്ലേ. ഇനി അജിത്തിന്റെ അമ്മായിമല്ലേ നമ്മുടെ അല്ലേ, അതാണെങ്കിലും എഴുതി കൊടുക്കുക. ഹൂ ഓവർ ഇറ്റ് ഈസ് എഴുതി കൊടുത്തോളൂ കേട്ടോ. അടുത്തത്, ഹി ഹാസ് ബീൻ നറേറ്റഡ് അല്ലേ. പെണ്ണാണെങ്കിൽ ഇവിടെ ഷീ ആക്കണം കേട്ടോ, ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹി ഹാസ് ബീൻ നറേറ്റഡ് ഇൻ ദിസ് സ്റ്റോറി. ഈ ഒരു സ്റ്റോറിയിൽ അല്ലെ അദ്ദേഹത്തെ നറേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് പറ? ആസ്, എന്താണ്? ഒരു ബാങ്ക് ഓഫീസർ ആണെങ്കിൽ ബാങ്ക് ഓഫീസർ, അല്ലെങ്കിൽ അജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലോ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഹസ്ബൻഡ് അല്ലേ. നൊമിതയെ കുറിച്ചാണെങ്കിലോ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് വൈഫ്, അങ്ങനെ കൊടുക്കാം കേട്ടോ. അടുത്തത്, he is a person having dreams അല്ലേ. he is a person having dreams. അതെല്ലാ മനുഷ്യന്മാരും സ്വപ്നം ഉണ്ടാവില്ലേ, ആ സ്വപ്നം ഉണ്ടെന്ന് എല്ലാവരും എഴുതി കൊടുക്കട്ടെ. കോമൺ ഫോർമാറ്റ് അല്ലേ, തോന്നിയ പോലെ എഴുതാമല്ലോ. അടുത്തത്, ഹിസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഈസ് അല്ലേ എന്താണ് പറ? ഒന്നുകിൽ റിച്ച് ആണ്, അല്ലെങ്കിൽ എന്താണ് പറ? പുവർ ആണ്. അജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറ? റിച്ച് ആണ്. നൊമിതനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറ? പുവർ ആണ് അല്ലേ. പിന്നെ ഓളെ അമ്മ എന്ന് പറയുന്നത് എന്താണ് പറ? നിങ്ങൾക്ക് അറിയാലോ, ഒരു കൂലി വർക്കർ ആണ്. അതൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഹിസ് വേർഡ്സ് ആർ ഫേമസ്, അവരുടെ വാക്കുകൾ എന്താണ്? വളരെ ഫേമസ് ആണ്. ഹിസ് റോൾ മേക്സ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ റീഡേഴ്സ് മൈൻഡ്. വായിക്കുന്ന ആളുകളുടെ മൈൻഡിൽ ഒരു വല്ലാത്തൊരു ഇമ്പാക്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്യാരക്ടർ ഉണ്ടാക്കുന്നുണ്ട്. ദ ഓഥർ പോർട്രേഡ് ദ ക്യാരക്ടർ ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ അല്ലേ. നമ്മുടെ ഓഥർ ഇല്ലേ ഈ ക്യാരക്ടറിനെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പറ? ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ. വളരെ അടിപൊളിയായിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ. എൻ്റെ മക്കളെ, കേരളത്തില് ക്യാരക്ടർ സ്കെച്ചിന് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഒരു മെൻഷനും ചെയ്തിട്ടില്ല. സോ ഡു ഇറ്റ് വെൽ ആൻഡ് റൈറ്റ് ഇറ്റ് വെൽ. ഇതിന്റെ നോട്ട്സ് വേണമെങ്കിൽ താഴെ കാണുന്ന കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് ഇന്നത്തെ ലൈവിൽ കയറി വായോ. ബൈ.